കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ കണ്ടു, എക്കോ. ഭയങ്കര അടിപൊളി ഒരു സിനിമയാണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കാണുക. ആ സിനിമേൻ്റെ അകത്ത് ഒരു മെസ്സേജ് ഉണ്ട്. അതായത് ചില സമയത്ത് റെസ്ട്രിക്ഷനും പ്രൊട്ടക്ഷനും നമുക്ക് ഒരുപോലെയാണ് ഫീൽ ചെയ്യാറ്. അത് ഭയങ്കര ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. എസ്പെഷ്യലി നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ്, ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണത്. അതിനെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. ദിസ് ഇസ് മീ വരുൺ. വെൽക്കം ടു അനദർ വീഡിയോ. ടോക്സിക് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വീഡിയോ കണ്ടിട്ടുണ്ടാവും, ബുക്സ് വായിച്ചിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം പാരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാർട്ട്ണറുടെ കൂടെയുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇത് ടോക്സിക് ആവാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ടോക്സിക് ആയ ബന്ധങ്ങളിൽ പോയി ചാടാതിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം ഈ ടോക്സിക് റിലേഷൻഷിപ്പ് ആക്ച്വലി നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാത്രമേ തരുള്ളൂ. അത് നമുക്കൊരു സമാധാനം തരില്ല. നമുക്ക് എപ്പോഴും ഒരു ഗിൽട്ട്, ഫിയർ, ഇതിൻ്റെയൊക്കെ ഒരു ഉള്ളിലായിരിക്കും നമ്മൾ ജീവിക്കുക. അതൊരിക്കലും നമുക്കൊരു കംഫർട്ടോ, ഹാപ്പിനെസ്സോ, ഫ്രീഡമോ അല്ലെങ്കിൽ ഒരു ഗ്രോത്തോ ഒന്നും തന്നെ തരില്ല. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു സെന്റൻസിന്റെ കേസിൽ വന്നു കഴിഞ്ഞാൽ, പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ കേൾക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. പക്ഷേ ഇത് ഒരു തരം മാസ്കിങ്ങിൽ കൂടെ ഇത് ഐഡന്റിക്കലായി മാറും. അതായത് പ്രൊട്ടക്ഷൻ എന്നുള്ള പേരിൽ നമുക്ക് ഓഫർ ചെയ്യുന്നത് പലപ്പോഴും റെസ്ട്രിക്ഷൻസ് ആണ് എന്നുള്ളതാണ് സത്യം. അത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം നീ അവിടെ പോകരുത്, നീ അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ നിനക്ക് എന്താ പറയുക, നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അത് പറയുന്നത് എന്നൊക്കെയുള്ള തരം സംഭാഷണങ്ങൾ നമ്മൾ പല സമയത്തും പല തരത്തിൽ കേട്ടിട്ടുണ്ടാവും. ആക്ച്വലി ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം എന്നും, അല്ലെങ്കിൽ ഞാനിത് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതും പ്രോപ്പറായ രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്കിത് റെസ്ട്രിക്ഷൻ ആണോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ആണോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അതല്ലാതെ നമ്മളത് ഓക്കെ എന്നുള്ള രീതിയിൽ അപ്പം തന്നെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവില്ല. ആക്ച്വലി ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിൽ നിന്നുണ്ടാവുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടും നമ്മളെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു തരം തീരുമാനമാണ്. നേരെ മറിച്ച് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് റെസ്ട്രിക്ഷൻ ആണ് ആക്ച്വലി ഉണ്ടാവുന്നതെങ്കിൽ അതൊരിക്കലും നമ്മുടെ ഗ്രോത്തിനല്ല. അത് ആ പെർട്ടിക്കുലർ വ്യക്തിയുടെ എന്താ പറയുക, സെൽഫിഷ് ആയിട്ടുള്ള ഒരു മൈൻഡിൽ നിന്നോ, അല്ലെങ്കിൽ എന്താ പറയുക, ഓവർ പൊസസീവ്നെസ്സിൽ നിന്നോ, എന്തെങ്കിലും തരം പേടിയിൽ നിന്നോ ഒക്കെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അത് ഒരിക്കലും നമ്മൾക്കും അവരുടെ പാർട്ട്ണറായിട്ടോ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന നമ്മൾക്കും ഒരു തരത്തിലുള്ള ഗ്രോത്തോ കംഫർട്ടോ ഒന്നും തന്നെ തരില്ല. നമ്മളിലും അത് ഉണ്ടാക്കുന്നത് ഗിൽട്ട്, ഫിയർ, ഡിസ്കംഫർട്ട് ഒക്കെ തന്നെയായിരിക്കും. അപ്പൊ ഇത് തിരിച്ചറിയാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വെക്കുന്നത്, എന്താണ് ഇതിന്റെ ഒരു കാര്യം എന്നുള്ളത്. അപ്പൊ പകരം നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത്, നിങ്ങളെ പ്രോപ്പറായിട്ട് ലിസൺ ചെയ്ത് ഒരു കൺവിൻസിങ് ആവുന്ന തരത്തിലുള്ള ഒരു ആൻസർ വളരെ കാം ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ അതൊരു കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ ആണെന്ന് നമുക്ക് വിചാരിക്കാം. അതിന് പകരം ഒരു ആങ്കർ, അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു എന്താ പറയുക, നമ്മളെ കുറ്റക്കാരനാക്കിക്കൊണ്ടുള്ള ഒരു മറുപടിയാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്നത് എങ്കിൽ ഡെഫിനറ്റ്ലി അത് റെസ്ട്രിക്ഷൻ ആണ്, അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ്. ഇനി എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്തു കിടക്കുക കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടതാണെന്ന് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും സംസാരിക്കാം. ഇപ്പോൾ ഇത്രയും മാത്രം ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ ഞാൻ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ള ആ ഒരു ഡയലോഗിൽ നിന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നിയതാണ്. അപ്പൊ ഓർക്കുക, കെയർ എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് ഒരിക്കലും റെസ്ട്രിക്ഷൻ അല്ല വരിക, അത് പ്രൊട്ടക്ഷൻ ആണ് വരിക. നേരെ മറിച്ച് സെൽഫിഷ്നെസ് അല്ലെങ്കിൽ വേറെ പലതരം ഫീലിംഗ് ആണ് ഈ പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാക്കുന്നത്. അതൊരിക്കലും നല്ലൊരു റിലേഷൻ അല്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.